പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം മരണത്തെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞത് എന്നതാണ്. മരണത്തെക്കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞത് ഇപ്രകാരമാണ്: നീ എവിടെയായിരുന്നാലും, ഉന്നത ഗോപുരങ്ങളിലായിരുന്നാലും മരണം നിന്നെ കീഴടക്കും. മരണത്തെക്കുറിച്ചുള്ള ഈജിപ്ഷ്യൻ വിശ്വാസം ഇപ്രകാരമാണ്: ഒരാൾ മരിക്കുമ്പോൾ ആ ആളിൻ്റെ ആത്മാവ് അതിനെ സ്വീകരിക്കുന്നതിന് തയ്യാറായിരുന്ന വേറൊരു ജീവിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ മാറ്റം 3000 വർഷത്തേക്ക് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. മരണത്തെക്കുറിച്ച് ഭഗവത്ഗീത ഇപ്രകാരം പറയുന്നു: മുഷിഞ്ഞ വസ്ത്രം മാറി ശുഭ്രവസ്ത്രം ധരിക്കുന്നത് വരെ മരണത്തോടുകൂടി ദേഹി ദേഹത്തെ വലിച്ചെറിഞ്ഞ് പുതിയതിനെ പ്രാപിക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ബുദ്ധമത വിശ്വാസം ഇപ്രകാരമാണ്: അനേക ശതകം അവതാരങ്ങളിൽ കൂടി കടന്നതിൻ്റെ ശേഷമേ ആത്മാവിന് ആത്മപവിത്രാണവും നിർവ്വാണം എന്ന വിശ്രമവും ലഭിക്കുകയുള്ളൂ. മരണത്തെക്കുറിച്ച് സോക്രട്ടീസ് പറയുന്നത് ഇപ്രകാരമാണ്: വിഷപാനത്തിനു ശേഷം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. പിന്നെയോ മരണാനന്തരം ആത്മാക്കൾക്കുള്ള സൗഭാഗ്യ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ടെന്നിസൺ ഇപ്രകാരം പറയുന്നു: മരണശേഷം ആത്മാക്കൾ ജീവിക്കുന്നു എന്നത്രേ എൻ്റെ വിശ്വാസം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം പറയുന്നു: വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഈ ലോകത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത് കൊണ്ട് അവരുടെ വേർപാടിൽ ദുഃഖിക്കരുത്. വിശുദ്ധ തോമസ് അക്വീനാസ് ഇപ്രകാരം പറയുന്നു: ശരീരം മരണവിധേയമാണെങ്കിലും ആത്മാവ് അനശ്വരവും അനന്തവുമാണ്. യങ് മരണത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ജീവിതം നശ്വരമായ ശരീരത്തിന്റെ വിജയമാണ്, മരണം അനശ്വരമായ ആത്മാവിൻ്റെയും. സാർ വാട്ടർ സ്കോട്ട് ഇപ്രകാരം പറയുന്നു: മരണം അവസാനത്തെ ഉറക്കമാണോ? അല്ല, അത് അവസാനത്തേതും എന്നേക്കുമായ ഉയർപ്പാണ്. ജോർജ് ഹെർബർട്ട് ഇപ്രകാരം പറയുന്നു: മരണം കലണ്ടർ സൂക്ഷിക്കാറില്ല. ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ്: നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു ദിവസം മരണം നമ്മളെ പിടികൂടും. അത് എപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് അല്ല. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം മരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിലെ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമുക്കൊരു മാറ്റം കിട്ടുകയാണ് ദൈവത്തിൻ്റെ ഭവനത്തിലോട്ട്, സ്വർഗത്തിലോട്ട്. അതാണ് മരണം എന്ന് പറയുന്നത്. പലർക്കുമുള്ള ഒരു സംശയമാണ് ആത്മഹത്യ ദൈവ തീരുമാനമാണോ എന്നുള്ളത്. ഞാൻ വളരെ വ്യക്തമായി അതിന് ഉത്തരം പറയുന്നു: ആത്മഹത്യ ദൈവ തീരുമാനമല്ല എന്ന് വളരെ വ്യക്തമാണ്. ആത്മഹത്യ 100 വയസ്സ് ഇപ്പം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 വയസ്സാകുമ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഒരിക്കലും കൈകടത്തുകയില്ല. നമുക്ക് 100 വയസ്സ് ആയുസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 100 വയസ്സ് ദൈവം തന്നേക്കുമ്പോൾ നമ്മൾ 50 വയസ്സിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ കുറ്റമാണ്. ബൈബിളിൽ നിന്ന് ഞാനിത് വ്യക്തമാക്കാം. ദൈവം ആദവും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം അവിടെ നന്മതിന്മകളുടെ വൃക്ഷം ദൈവം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു: നിങ്ങൾ ഒരു കാരണവശാലും നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് എന്ന്. ദൈവം അത് പറഞ്ഞത് കേൾക്കാതെ അനുസരണക്കേട് കാട്ടി ആദവും ഹവ്വായും നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ച് തിന്നു. അപ്പോൾ തന്നെ അവരിൽ മരണം പ്രവേശിച്ചു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ ആരാണ് ഉത്തരവാദി? ഇവിടെ ദൈവം പ്രത്യേകം അവരോട് പറഞ്ഞായിരുന്നു, നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും എന്ന് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞായിരുന്നു. അപ്പൊ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട 100% ഉത്തരവാദിത്വം ആദവും ഹവ്വായ്ക്കും മാത്രമായിരുന്നു.
അവരത് ദൈവത്തെ അനുസരിക്കാതെ നന്മതിന്മകളുടെ ഫലത്തിൽ നിന്ന് പറിച്ചു തിന്നുകയും അങ്ങനെ അവർ മരണം പ്രാപിക്കുകയുമാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ 1% പോലും ദൈവത്തിന് അവരുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല്, ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവന്റെ സ്വാതന്ത്ര്യത്തില് ദൈവം ഒരു കാരണവശാലും കൈകടത്തുകയില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം, വിശുദ്ധി ജീവിക്കണോ അതേ അശുദ്ധി ജീവിക്കണോ, പോക്കിരിയായിട്ട് ജീവിക്കണോ, മര്യാദയ്ക്ക് ജീവിക്കണോ എന്നുള്ളത് എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മളെ വളരെ മനോഹരമായി ഈ ഭൂമിയെ സൃഷ്ടിച്ചു. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഒരു കാരണവശാലും കൈകടത്തുന്നതല്ല. അതുകൊണ്ട് 100 വയസ്സ് വരെ ആയുസ് ദൈവം തന്നേക്കണ ഒരാൾക്ക് വേണമെങ്കിൽ 20 വയസ്സുള്ളപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തില്, നമ്മുടെ സ്വാതന്ത്ര്യത്തില് ദൈവം ഒരു കാരണവശാലും കൈകടത്തിയില്ല. അതുകൊണ്ട് 100 വയസ്സ് ആയുസ് ദൈവം തന്നേക്കുമ്പോൾ നമ്മൾ 50 വയസ്സില് നമ്മൾ ആത്മഹത്യ ചെയ്താൽ കുറ്റം നമ്മുടേത് മാത്രമാണ്. ഇതാണ് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മൾ മരിക്കുകയും അതിനുശേഷം വിധി എന്നാണ് ബൈബിൾ പറയുന്നത്. മറ്റു പല മതസ്ഥരും പല രീതിയിലാണ് പറയുന്നത്. ചിലർ പറയുന്നത് നമ്മുടെ മരണശേഷം നമ്മൾ പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജനിക്കുമെന്ന് പറയുന്ന മതങ്ങളുണ്ട്. അവരുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ മതത്തിലുള്ള വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബൈബിള് എന്താണ് മരണത്തെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം മരണവും അതിനുശേഷം വിധി എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും. മരണശേഷം 3 സ്ഥലങ്ങളുള്ളതായാണ് ബൈബിൾ പറയുന്നത്. 1 സ്വർഗം, 2 നരകം, 3 ശുദ്ധീകരണ സ്ഥലം. അപ്പൊ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകുമെന്നാണ് ബൈബിളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മറ്റു മതസ്ഥരെ നമ്മൾ കുറ്റം പറയേണ്ട യാതൊരു കാര്യവുമില്ല. അവരുടെ മതത്തിലെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിന് ദൈവം ഒരിക്കലും എതിരല്ല. ദൈവത്തിലോട്ട് എത്താൻ പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നത് ഏക രക്ഷകൻ എന്ന് പറഞ്ഞ യേശു മാത്രമാണ്. യേശുവിൽ കൂടി മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ എത്തുകയുള്ളൂ എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. മറ്റു മതസ്ഥര് എങ്ങനെ വിശ്വസിച്ചാലും അവരുടെ സ്വാതന്ത്ര്യത്തില് ദൈവം കൈകടത്തുന്നതല്ല. അതുകൊണ്ട് മരണം ഒരു യാഥാർത്ഥ്യമാണ്. അത് എപ്പോൾ എങ്ങനെയാണ് നമ്മളെ സമീപിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പിന്നെ വേറെ പലർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ആത്മഹത്യ ഒരാൾ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമോ എന്നാണ് മറ്റൊരു സംശയം. അത് വളരെ വ്യക്തമായ ഉത്തരം പറയുന്നു. ഒരുത്തൻ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാം എന്നുള്ളത് സത്യമാണ്. അതിനെ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. ഇപ്പൊ നമ്മുടെ ഭിത്തിയില് ഒരു പല്ലി ഇരിക്കുന്നു. ആ പല്ലി ഒരു ഈച്ചേനെ പിടിക്കാൻ പോവുകയാണ്. നമ്മളത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ആ പല്ലി ആ ഈച്ചേനെ ഇപ്പൊ തിന്നുമെന്ന് നമുക്കറിയാം. പക്ഷെ അത് ആ പല്ലിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇതുപോലെ ദൈവത്തിന് ആത്മഹത്യ നമ്മൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന് നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യത്തില് ദൈവം ഒരിക്കലും കൈകടത്തുകയില്ല. അതുകൊണ്ട് മരണം ദൈവം തീരുമാനിക്കുമ്പോൾ മാത്രമാണ് മരണം നമുക്ക് വരാൻ പാടുള്ളൂ. അതിനൊരു കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലോകത്തിലെ കുറച്ച് ദുഃഖം വരുമ്പോൾ ഉടനെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു 99% ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ നരകത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഠിനമായ യാതനയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതേസമയം നമ്മൾ ഈ ലോകത്തിലുള്ള ദൈവം അനുവദിച്ചേക്കുന്ന സഹനങ്ങൾ നമ്മൾ നന്ദിപൂർവ്വം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അത് നമ്മൾ സഹിച്ച് നമ്മുടെ കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന സകല പാപവും അത് മോഹിച്ച് നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് നേരെ സ്വർഗത്തിൽ പോകാൻ പറ്റും. അതിന് പകരമായിട്ട് നമുക്ക് ഒരു ചെറിയ ദുഃഖം വരുമ്പോൾ തന്നെ ഉടനെ നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നരകത്തിലോട്ടെങ്ങാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കഠിനമായ യാതനയാണ് എന്ന് എല്ലാ വിശുദ്ധന്മാരും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിളും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നരകം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മള് ഒരു ചെറിയ ദുഃഖം ഈ ഭൂമി വരുമ്പോൾ ഉടനെ നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നരകത്തിൽ കടന്ന് പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ, പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഒരാള് എന്നോട് പണ്ട് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഈ ലോക ജീവിതത്തിലോ രക്ഷയില്ല, ഇനി മരിച്ചു കഴിയുമ്പോഴും രക്ഷയില്ല എന്ന് ഒരാൾ എന്നോട് ചോദിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യമുണ്ട്.
അതായത് നമ്മൾ ഈ ലോകത്തിലെ ദുഃഖങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ ഒരു ദൈവസഹായത്താൽ നമുക്ക് പറ്റും. പക്ഷെ മരണശേഷം നരകത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഠിനമായ യാതനകൾ നമ്മൾ സഹിക്കേണ്ടി വരും. നരകം എന്ന് പറയുന്ന ഒരു തീ കടലായിട്ടാണ് എല്ലാവരും വിശുദ്ധന്മാരെയും ദൈവം കാട്ടിയിട്ടുള്ളത്. ആ തീ കടലിൽ നമ്മൾ കടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പിശാച് വളരെ ക്രൂരമായി നമ്മളെ പീഡിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതികഠിനമായ ശിക്ഷയാണ് നരകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നരകത്തിന് ഒരിക്കലും ഒരു അവസാനമില്ല, നിത്യമായ ശിക്ഷയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ സഹനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, നരകം വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിലെ സഹനങ്ങൾ ഒന്നുമല്ല. നരകത്തിന്റെ ഏഴടുക്കത്ത് ഈ ലോകത്തിലെ സാധനങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ദുഃഖം വരുമ്പോൾ നമ്മൾ ആത്മഹത്യയല്ല വേണ്ടത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ ദുഃഖം മാറാൻ. എന്നിട്ട് ദൈവം ആ ദുഃഖം മാറ്റി തന്നില്ലെങ്കിൽ നമ്മൾ ആ കർത്താവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ചവെച്ച് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പാവങ്ങൾക്ക് അത് പരിഹാരമായി കർത്താവ് കണക്കിട്ട് നമുക്ക് മരണശേഷം നേരെ സ്വർഗത്തിൽ പോകാം. സ്വർഗം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ നേരെ വിപരീതമാണ്. സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. നമ്മൾ ദൈവത്തിന്റെ കൂടെ നിത്യമായി ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ ദുഃഖങ്ങള് നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിച്ച് നമ്മുടെ പാവങ്ങൾക്ക് അതൊരു പരിഹാരമായി ദൈവം കണക്കിടട്ടെ. അങ്ങനെ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ മരിക്കാൻ പറ്റും. അങ്ങനെ വിശുദ്ധിയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്വർഗത്തിലോട്ട് പോകാം. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇപ്പൊ സഹിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടാവും. അവർ ദൈവകരങ്ങളിൽ നിന്ന് അത് നന്ദിപൂർവ്വം സ്വീകരിച്ച് നമുക്ക് മരണശേഷം ദൈവം തീരുമാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് മരണം വരാവുള്ളൂ. നമ്മൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അങ്ങനെ ദൈവം തീരുമാനിക്കുമ്പോൾ നമുക്ക് മരിച്ച് നമുക്ക് നേരെ സ്വർഗത്തിലോട്ട് പോയി നമ്മുടെ പിതാവായ ദൈവത്തെ കണ്ടുകൊണ്ട് എപ്പോഴും സന്തോഷത്തിൽ നിത്യത മുഴുവൻ ജീവിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.